യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വേഗം വണ്ടി എടുക്ക്, അവരോട് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ തന്ത്രമല്ല എനിക്ക് മനസ്സിലായി. ഞാൻ കളക്ടറെ കാണാതിരിക്കാനല്ലേ നീ പെട്ടെന്ന് ഗ്യാസ് തീർന്നെന്ന് പറഞ്ഞത്? അയ്യോ അല്ലെന്നേ, തീരാറായി. വേഗം വണ്ടി എടുക്ക അങ്ങോട്ട്. ശരി, പോയേക്കാം. ലത പോകുന്നേ ഉള്ളൂ. ആ തള്ള ഇത്രയും വലിയൊരു പാരയാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ലെങ്കിൽ കളക്ടർക്ക് അവരുടെ കാര്യത്തിൽ കയറി ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇന്നലെ അവർക്ക് ഞാൻ വാർണിംഗ് കൊടുത്തതാ, ആ ഓഫീസിന്റെ തിണ്ണെ കണ്ടുപോരുമെന്ന്. രാവിലെ ഞാനൊന്ന് കറങ്ങി നോക്കിയതാ, ആരെ അവിടെ എങ്ങും കണ്ടില്ല. സൂക്ഷം കളക്ടർ വരേണ്ട സമയമായപ്പോ നാശം പിടിക്കാൻ അവരവിടെ പ്രത്യക്ഷപ്പെട്ടു. സത്യാഗ്രഹം ഇരിക്കുന്നവരുടെ കരച്ചിലും പിടിച്ചിലും കേട്ട് ഒരു കളക്ടർക്ക് കയറി ഇടപെടേണ്ട വല്ല കാര്യമുണ്ടോ? ആ തള്ളയുടെ കണ്ണീര് കണ്ടതും സുന്ദരി അതി കയറി അങ്ങേറ്റ് പിടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞെന്നേ, എന്തു പറഞ്ഞു? ക്രിസ്റ്റി സാർ എന്ന് പറഞ്ഞ ചെറിയ പുള്ളിയല്ല, അതി കയറി ചൊറിയാൻ നിൽക്കണ്ട, പണി വാങ്ങിച്ചു കെട്ടുമെന്ന് മുന്നറിയിപ്പും കൊടുത്തതാ. അപ്പൊ അവക്കൊരു പുച്ഛം. ക്രിസ്റ്റിക്ക് മാത്രമല്ല, ക്രിസ്റ്റിയെ സഹായിക്കുന്നവനും കൂടി പണി വാങ്ങിച്ചു കൊടുക്കുമെന്ന്. ക്രിസ്റ്റി സാറിന് വേറൊരു കാര്യം അറിയും, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ആരംഭശൂരത്തോട്ട് കാണരുത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾക്ക് ഒരെല്ല് കൂടുതലാ. സത്യമായിട്ട് സാറേ, ആ എല്ല് ഊരിയില്ലെങ്കിൽ ഈ കൊല്ലം ജില്ലയിലെ നമ്മുടെ കംപ്ലീറ്റ് കളികൾക്കും അവൾ പാരവയ്ക്കും, ഉറപ്പാ. അല്ല സാറേ, സാറ് തീരുമാനമൊന്നും പറഞ്ഞില്ല. അവനെവിടെ? ആ തള്ളയുടെ മകൻ കണ്ണൻ കൊണ്ടുവരും, ഇപ്പൊ കൊണ്ടുവരും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അവൻ വരട്ടെ, ഡിസിഷൻ പിന്നെ എടുക്കാം. അച്ഛൻ മരിച്ചു അല്ലേ? അതെ സർ, പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിളിച്ചു. ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ എനിക്ക് പറ്റിയില്ല. കണ്ണന് വിഷമമുണ്ടോ? പറ കണ്ണ, അച്ഛന്റെ ഫ്യൂണറൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് കണ്ണന് വിഷമമുണ്ടോ? അച്ഛനല്ലേ സർ, അന്ത്യകർമ്മം പോലും ചെയ്യാൻ പറ്റിയില്ലല്ലോ. സാറ് തൽക്കാലം അതങ്ങ് സഹിക്ക്, ഒന്ന് മറന്നുകളാ. അല്ല, അമ്മ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ എന്താ പ്ലാൻ? സാർ ചോദിച്ചു കേട്ടില്ല, അഡ്വാൻസ് വാങ്ങി കീശ വെച്ചോണ്ട് പോയല്ലേ നീ? ഇനി എന്താ നിന്റെ ഉദ്ദേശം? മര്യാദയ്ക്ക് വസ്തു എഴുതി കൊടുക്കാനുള്ള പരിപാടി എന്താന്ന് വെച്ചാൽ നോക്കിക്കോ നീ. വേണ്ട ഉത്തമ, തീരുമാനമെടുക്കേണ്ടത് കണ്ണനല്ലേ, നമ്മൾ പ്രഷർ കൊടുക്കണ്ട. കണ്ണൻ തീരുമാനിക്കട്ടെ. പറ കണ്ണ, എന്താ നിന്റെ പ്ലാൻ? അച്ഛനും അമ്മയും തിരികെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ലല്ലോ, പറ്റിപ്പോയതാ. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് വിട്.
നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തൽമേ, ഞാൻ അഡ്വാൻസ് വാങ്ങിച്ച ഇടപാടായത്. അതിൽ കുറച്ച് പണം ചെലവായി പോവുകയും ചെയ്തു. ബാക്കി എന്റെ കയ്യിലുണ്ട്. ബാക്കി പണം ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. കുറച്ച് സാവകാശം തരണം. സാറ് ദേവി ഇത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ക്രിസ്റ്റി വന്നോ? സാർ ഗാർഡനിലുണ്ട്. വാ. കല്ലേ കുത്ത് കടും കുത്ത്, ജീപ്പ് വെള്ളം തറ മക്കളുടെ കയ്യിൽ ഒരു റാ. കണ്ണാ, നീ എന്താടാ തമാശ കളിക്കുകയാണ്? എടാ, നീ ചോദിച്ച വിലയാണ് ക്രിസ്റ്റി സാർ തരാമെന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ടെന്നറിയോ? ചുറ്റുമുള്ളത് മുഴുവൻ സാറിൻ്റെതായതുകൊണ്ട്. അതും കൂടി കിട്ടിയാലേ പ്രയോജനം ഉണ്ടാകൂ എന്നുള്ളത് കൊണ്ടാ. മനസ്സിലായോ? നീ ആളെ പൊട്ടനാക്കണോടാ. ദയവ് ചെയ്ത് എന്റെ അവസ്ഥ മനസ്സിലാക്ക്. ഒറ്റ മോനായ എനിക്ക് അച്ഛന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ പോലും പറ്റിയില്ല. വേറെ ഗതിയില്ലാത്തോണ്ടാ. ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. ഈ പണം തിരിച്ചെടുക്കണം. എന്നോട് ക്ഷമിക്കണം ക്രിസ്റ്റി സാറേ. ക്രിസ്റ്റി, എന്താ കണ്ണ ഇത്? നീ യാചിക്കുവാണോ? കണ്ണന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ഒരു സംശയം അപ്പോഴും എനിക്കുണ്ട്. അല്ല ക്രിസ്റ്റി, സ്വപ്നം കാണാനാവാത്തത്ര പണം കയ്യിൽ കിട്ടുമെന്ന് തോന്നുമ്പോ അച്ഛനെയും അമ്മയും ഗുരുവായൂർ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് ഈ കണ്ണന് ഇത്രയും പശ്ചാത്താപത്തിന്റെ ആവശ്യമുണ്ടോ? ഇത് വേണ്ട കണ്ണ. നോട്ട് ഫിറ്റ് ഫോർ യു. അതെ മേഡം, ഇതൊക്കെ ഇവന്റെ അഭിനയമാണ്. ആദ്യമേ ഇവനിതൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. മനപ്പുറം ഇതുവന്ന് നമ്മളെ പറ്റിക്കുന്നതാ. ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാണ്. പക്ഷെ ഇങ്ങനൊരു ഊരാക്കുടുക്കിൽ വന്ന് പെടുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. കുറച്ച് പണത്തിന്റെ കുറവേ ഉള്ളൂ, അത് ഞാൻ തരാം. പക്ഷെ ദയവ് ചെയ്ത് ആ വസ്തുവിന്റെ ഇടപാടിന് ഇനി എന്നെ നിർബന്ധിക്കരുത്. വാങ്ങിയ അഡ്വാൻസിൽ കയ്യിലുള്ള ബാലൻസ് ആയിരിക്കും ഇത്, അല്ലേ? പണം വേണ്ട ഞങ്ങൾക്ക്, പ്രോപ്പർട്ടി മതി.